ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് എത്തിയ മലയാള സിനിമകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ ആയിട്ട് നിരവധി ചിത്രങ്ങൾ OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിനിമയുടെയൊക്കെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്യുമ്പോൾ സിനിമ നോക്കുകയാണെങ്കിൽ സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള സിനിമയെന്ന് ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രം OTT വഴി റിലീസ് എത്തിയിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി നമുക്ക് ഇന്നു മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രത്തെ ഭരതനാട്യം എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് എത്തിക്കാൻ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ ഹിറ്റ് ചിത്രമായിട്ട് മാറിയ ഒരു ആക്ഷൻ ചിത്രമാണ് കിഡ് എന്നാണ് സിനിമയുടെ പേര്. ദിസ് ജേർണി ഓഫ് വൺ വേ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോഴത്തെ ഈ ഒരു സിനിമാ പ്രേമികൾക്ക് സന്തോഷ വാർത്തയായിട്ട് ചിത്രത്തിന്റെ മലയാളം വെർഷൻ റിലീസ് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങിയ വെർഷൻ ഇപ്പോഴത്തെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എത്ര വേണം ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക. അതോടൊപ്പം ഇന്ന് സർപ്രൈസ് ആയിട്ട് റിലീസ് എത്തിയിരിക്കുന്ന മറ്റൊരു മൂന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ തമിഴിൽ നിന്നുള്ള ചിത്രമാണ്. സൂരി, അതോടൊപ്പം അന്നാബൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ കൊട്ടുകാളി എന്ന് പറയുന്ന തമിഴ് സിനിമയുടേതാണ്. ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് ഇപ്പോഴത്തെ റിലീസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം വരും ദിവസങ്ങളായിട്ട് OTT വഴി റിലീസ് ചെയ്യുമ്പോൾ സിനിമകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം ഹിന്ദിയിൽ നിന്നുള്ള ചിത്രമാണ്. നമ്മുടെ ശ്രദ്ധ കപൂർ, അതോടൊപ്പം രാജ്കുമാർ റാവു തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെത്തി ബോളിവുഡിലെ എക്കാലത്തെയും വലിയൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രമാണ് സ്ത്രീ 2 എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രം OTT വഴി റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന 27-ാം തീയതി, അതായത് നാളെ കഴിഞ്ഞ് രാത്രി നമുക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. നിലവിൽ ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര വേണം സ്ത്രീ 2 എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. നാളെ രാത്രി സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് എത്താൻ പോകുന്ന ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ്. നാനി കേന്ദ്ര കഥാപാത്രത്തെ സരിപ്പോത ശനിവാരം അല്ലെങ്കിൽ സൂര്യ സാറ്റർഡേ എന്ന് പറയുന്ന തെലുങ്ക് ചിത്രമാണ്. ചിത്രത്തിന്റെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി വെർഷൻ ഈ വരുന്ന 26-ാം തീയതി, അതായത് നാളെ മിഡ്നൈറ്റോടുകൂടി നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് നടത്തുന്ന ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നാളെ മിഡ്നൈറ്റ് മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം അടുത്ത ആഴ്ച OTT വഴി റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു മലയാള ചിത്രം എന്ന് നോക്കിയാൽ മലയാളത്തിലുള്ള ചിത്രമാണ്. മീന, നിഷാന്ത് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു അനന്തപുരം ഡയറീസ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. ഈ വരുന്ന ഒക്ടോബർ മാസം 4-ാം തീയതി മുതൽ ഈ വരുന്ന അനന്തപുരം ഡയറീസ് എന്ന് പറയുന്ന സിനിമ റിലീസ് എത്താൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് മനോരമ മാക്സ് വഴി അനന്തപുരം ഡയറീസ് എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക. അതോടൊപ്പം ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തെ തങ്കമണി, ബാന്ദ്ര തുടങ്ങിയ സിനിമകളുടെ ഒന്നും തന്നെ OTT റിലീസ് അപ്ഡേറ്റ്സ് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റുകൾ ലഭ്യമാകുകയാണ് നമ്മുടെ വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം ദളപതി വിജയ് കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമ. ഏകദേശം 450 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണമാരി ചിത്രങ്ങളൊന്നായിട്ട് ഗോട്ട് എന്ന് പറയുന്ന സിനിമ മാറിയിട്ടുണ്ടായിരുന്നു. വെങ്കട് പ്രഭു അണിയിച്ചിരിക്കുക ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സ് ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതി ചിത്രം OTT വഴിയായ നെറ്റ്ഫ്ലിക്സ് വഴി നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. തമിഴിന് പുറമെ മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതി മുതൽ ഗോട്ട് എന്ന ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ